കണ്ണൻകുട്ടിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം മൂക്കിൻ്റെ അവിടെ ചെറിയൊരു പാട്. അത് ഇതിന് മുൻപ് ഒരു ദിവസം ഇതുപോലെ മാന്തിയിട്ട് ചെറിയൊരു പാടുണ്ടായിരുന്നു. അത് ഉണങ്ങിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ആ ഒരു സ്ഥാനത്ത് എപ്പോഴും ഒരു പാട് വേണമെന്ന് തോന്നുന്നു കണ്ണന്. അപ്പോൾ രണ്ടാമത് 2 ദിവസം മുന്നിട്ട് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഒന്ന് മാന്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു തൊലി പോയ പോലെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഉണങ്ങിയപ്പോൾ അതിൻ്റെ ആ ഉണങ്ങിയൊരു പാട് ഇങ്ങനെ വന്നു കേട്ടോ. പിന്നെ ഒന്നും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, കണ്ണീന്ന് നിന്ന് തിരിച്ച് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, കരയുന്നുണ്ട്, നല്ലപോലെ കണ്ണീര് ഒഴുകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പിടിച്ച് കടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ കൈ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോഴൊക്കെ അപ്പോൾ ഭയങ്കര ഒരു വിഷമം വരികയാണ്. അവനൊരിക്കലും മനഃപൂർവ്വമല്ല അതൊന്നും ചെയ്തിട്ടുള്ളത്, അവൻ്റെ ഒരു അവസ്ഥ കൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയതാണ്. പക്ഷെ അതിന് അവന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്നെ കടിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് നേരം കേട്ടോ അവൻ കരഞ്ഞത്. ആ കരച്ചിൽ ശരിക്കും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഒരു നിസ്സഹായമായൊരവസ്ഥയാണ് അത് നമുക്കത് മനസ്സിലാവും. അത് കാരണം അവനെന്നെ ഏത് രീതിയിലൊക്കെ എന്നെ ഉപദ്രവിച്ചാലും വേദനിപ്പിച്ചാലും എനിക്ക് ഒരു ദേഷ്യം എന്നവരെ അവനോട് വന്നില്ല. അത് അവനറിയാതെ പറ്റിപ്പോകുന്ന പല കാര്യങ്ങളും. അവൻ മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കണമെന്നോ കടിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല, അവന് അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. കുറേ നേരം അവനത് കരഞ്ഞു കേട്ടോ, കരഞ്ഞു തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയ നഖമൊന്നും അവൻ്റെ കയ്യിലില്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള നഖമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനിങ്ങനെ സൈഡിൽ ഇത്തിരി മോനെ പോലെ നിൽക്കുന്നത് കൂടുതൽ. ആളിങ്ങനെ ഇടയ്ക്ക് മുഖത്തൊക്കെ ഒന്നിങ്ങനെ ആക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ മുറിയുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി നല്ലപോലെ സൂക്ഷിച്ചിരുന്നാലേ ആ സൈഡുകളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങനെ സൈഡുകളൊക്കെ വലിച്ചൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഖമൊക്കെ നല്ല വേദന എടുക്കുമല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര സൂക്ഷിച്ചിരുന്നിട്ട് നഖം വെട്ടി കൊടുക്കാനായിട്ട്. നഖം വെട്ടാനൊക്കെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നൊരു കേട്ടോ, വലിക്കുകയോ വാശി പിടിക്കുകയോ ഒന്നുമില്ല. ഇതിപ്പോൾ അവൻ മാന്തുന്നതാണെങ്കിലും അറിഞ്ഞും കൊണ്ടല്ല, ഇപ്പം എന്നെയാണെങ്കിലും അവനെയാണെങ്കിലും അവൻ കടിക്കുന്നതും അറിഞ്ഞും കൊണ്ട് മനഃപൂർവ്വമൊന്നുമല്ല. ആൾക്ക് എന്തോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി വരുന്നതാണ്. അത് കാണുമ്പോഴേ നമ്മൾക്ക് പെയിനും കൂടെ എന്ന് കാണുമ്പോൾ പിന്നെ പറയണ്ട, ഭയങ്കര സങ്കടമാണ് കേട്ടോ. അങ്ങനെ അവൻ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ അവനേക്കാളും വിഷമം നമുക്കാണ് ഉണ്ടാവുക. കാരണം അതൊരു അവസ്ഥയല്ലേ. അത് എങ്ങനെയാണ് ഞാനിപ്പോൾ അത് പറയുക. അവനാണെങ്കിൽ അതിപ്പോൾ എങ്ങനെയാണ് പറയുക, അവനങ്ങനെ ചെയ്തു പോകുന്നതല്ലേ, മനഃപൂർവ്വമല്ലല്ലോ ഒന്നും. കണ്ണനെ സംബന്ധിച്ചിട്ടൊക്കെ അവനെ എല്ലാവരോടും ഭയങ്കരമായൊരു സ്നേഹമാണ് കേട്ടോ. ഒരിക്കലും മനഃപൂർവ്വം ഒരാളെ വേദനിപ്പിക്കണമെന്നോ ഒന്നും അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല, അങ്ങനെയൊക്കെ പറ്റി പോകുന്നതാണ്. അതൊക്കെ നമുക്ക് ശരിക്കും അറിയാമല്ലോ. പക്ഷെ ഇത് ഇപ്രാവശ്യത്തെ കടി ഇത്തിരി ഡേഞ്ചറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ തൊലി പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇതിപ്പോൾ ചോര കണ്ടു.